ചെങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള ഒരു ചരക്ക് കപ്പലിന് നേരെ യമന്റെ ഹൂതി ആക്രമണം. 3 നാവികർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യൂറോപ്യൻ യൂണിയൻ നാവികസേന അറിയിച്ചു. ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എറ്റേണിറ്റി സിക് എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സുപ്രധാന സമുദ്ര വ്യാപാര പാതയായ ചെങ്കടലിൽ തിങ്കളാഴ്ച ഹൂതികൾ മറ്റൊരു കപ്പൽ ആക്രമിച്ച് മുക്കിയതായി അവകാശപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഈ ആക്രമണം. 2024 നവംബറിന് ശേഷം കപ്പലുകൾക്ക് നേരെയുള്ള ആദ്യത്തെ ഹൂതി ആക്രമണമാണിത്. ഇറാൻ പിന്തുണയുള്ള യമൻ വിമതർ ജലപാതയ്ക്ക് ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു പുതിയ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ സൂചനയായിരിക്കാം ഇതെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. സമീപ ആഴ്ചകളിൽ കൂടുതൽ കപ്പലുകൾ അതിലൂടെ കടന്നുപോകാൻ തുടങ്ങിയിരുന്നു. അതേസമയം ഹൂതികൾ ആക്രമണം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ യമനിലെ നാടുകടത്തപ്പെട്ട സർക്കാരും യൂറോപ്യൻ യൂണിയൻ സേനയും ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണെന്ന് ആരോപിച്ചു. പരിക്കേറ്റ ക്രൂ അംഗങ്ങളിൽ ഒരാളുടെ കാൽ നഷ്ടപ്പെട്ടതായി യൂറോപ്യൻ യൂണിയൻ സേന വിവരം നൽകി. കപ്പലിൽ തന്നെ ജീവനക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. അതിപ്പോൾ ചെങ്കടലിൽ ഒഴുകി നടക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ബൾക്ക് കാരിയർ മാജിക് സീസിനെ ഞായറാഴ്ച ഹൂതികൾ ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡുകൾ, ചെറിയ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രത്യേകം ആക്രമിച്ചിരുന്നു. ഇത് 22 പേരടങ്ങുന്ന സംഘത്തെ കപ്പൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കി. മാജിക് സീസ് ചെങ്കടലിൽ മുങ്ങിയതായി വിമതർ പിന്നീട് അറിയിക്കുകയും ചെയ്തു. അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ രൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഇസ്രയേൽ സൈന്യം. കഴിഞ്ഞ ദിവസം രാവിലെയും രാത്രിയുമായിട്ടാണ് ആക്രമണങ്ങൾ നടന്നത്. യമനിൽ നിന്നും ഹൂതികൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഹൂതികൾ ഇസ്രയേലിന് നേരെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രയേലിന്റെ 20ഓളം യുദ്ധവിമാനങ്ങളാണ് യമനിൽ ആഞ്ഞടിച്ചത്. വ്യോമാക്രമണത്തിൽ ഹൊദൈദ, റാസിസ, സാലിഫ് തുറമുഖങ്ങളും റാസ് ഖത്തീബ് പവർ സ്റ്റേഷനുകളും ഉൾപ്പെടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. 2023 നവംബറിൽ ഹൂതികൾ തട്ടിക്കൊണ്ടുപോയി ഉപയോഗിച്ചിരുന്ന ഗാലക്സി ലീഡർ എന്ന കപ്പലിലും വ്യോമാക്രമണം നടന്നതായി ഇസ്രയേൽ വെളിപ്പെടുത്തി. കപ്പൽ തട്ടിയെടുക്കുന്ന സമയത്ത് ഫിലിപ്പീൻസ്, ബൾഗേറിയ, റൊമാനിയ, ഉക്രൈൻ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള 25 ജീവനക്കാരാണ് ഇതിലുണ്ടായിരുന്നത്. ഇവരെ 1 വർഷത്തിലേറെക്കാലം ബന്ദികളാക്കിയ ശേഷം ഈ വർഷം ജനുവരിയിലാണ് മോചിപ്പിച്ചത്. എന്നാൽ ഹൂതികൾ കപ്പൽ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഈ കപ്പലിൽ സ്വന്തമായ റഡാർ ഘടിപ്പിച്ച് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളെ ട്രാക്ക് ചെയ്ത് ആക്രമിക്കുകയായിരുന്നു ഹൂതികൾ. ഇറാന്റെ പിന്തുണയോടെ ഹൂതി ഭരണകൂടം ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന എല്ലാ കേന്ദ്രങ്ങളും തകർത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുമുണ്ട്. ആഗോള കപ്പൽ ഗതാഗതത്തിനും ഇവർ വലിയ തോതിൽ ഭീഷണി ഉയർത്തിയിരുന്നു. ഹൂതികളുടെ 50ഓളം കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇസ്രയേലിൽ ഹൂതികൾ നിരന്തരമായി നടത്തുന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി തിരിച്ചടി നൽകിയെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ജെറുസലേമിന്റെ മിക്ക ഭാഗങ്ങളിലും ബെൻഗുരിയോൺ വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലും മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ ഇതേ തുടർന്ന് മുഴങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ മിസൈലുകൾ ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു. അതിനിടെ യമനും ടെഹ്റാന്റെ ഗതി വരുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സും രംഗത്തെത്തി. തങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ലെന്നും ഇസ്രയേലിനെതിരെ കൈ ഉയർത്തിയാൽ അത് വെട്ടിക്കളയുമെന്നും കാട്സ് കൂട്ടിച്ചേർത്തു. ഹൂതികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും കാട്സ് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ഹൊദൈദയിൽ പവർ സ്റ്റേഷൻ തകർന്നതായി യമൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനിടെ യമൻ തീരത്ത് ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ആയുധധാരികളുടെ ആക്രമണമുണ്ടായിരുന്നു. യമനിലെ ഹൊദൈദ തുറമുഖത്ത് നിന്ന് തെക്കു പടിഞ്ഞാറായി 51 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം നടന്നത്. 8 ബോട്ടുകളിലായി എത്തി ആസൂത്രിതമായാണ് ആക്രമണം നടത്തിയത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് സംഭവം നടന്നിരുന്നത്. 2023 നവംബർ മുതൽ ചെങ്കടലിൽ ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികളുടെ ആക്രമണം പതിവാണ്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നത്. പിന്നാലെ US, ബ്രിട്ടൻ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.